അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നാളെ അഥവാ തിങ്കളാഴ്ച ഒന്നാം ക്ലാസ്സുകാർക്ക് വായനാ പരീക്ഷയാണ്. അപ്പം നാളെ വായിപ്പിക്കൽ മാത്രമേ ഉണ്ടാകുള്ളൂ, ഒന്നും നിങ്ങൾക്ക് എഴുതാനുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നാളെ പെൻസിലോ എക്സാം ബോർഡോ ഒന്നും പരീക്ഷയ്ക്ക് കൊണ്ടുവരേണ്ടതില്ല, വായന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യപേപ്പറാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. ഇവിടെ ഈ പെട്ടിയിലുള്ള ഹർക്കത്ത് ഇതിന് കൊടുത്തിട്ട് വായിക്കാനാണ്. അപ്പോൾ ഇതെന്താണ് അക്ഷരം? ഇത് ബാ ആണ്. അപ്പോൾ ബാ ഇനിക്ക് ഹർക്കത്ത് ലമ്മ് തൻവീന് കൊടുത്താൽ എന്താണ് വായിക്കുക? ബുൻ. ബുൻ. ഇത് ഫതഹാണ്. ഈ വരൻ്റെ മുകളിലിട്ടാൽ ഫതഹ്. അപ്പോൾ ഇത് യാ ആണ്. അപ്പോൾ യായിന് ഫതഹ് ഇട്ട് കൊടുത്ത യാ. ഇത് കസറാണ്. അത് സീന് കസർ ഇട്ട് കൊടുത്ത സി. ഇത് ലമ്മാണ്. ലമ്മിന് ഇത് മീമാണ്. മീമിനിക്ക് ലമ്മിട്ട് കൊടുത്താൽ മു. അപ്പോൾ ഇത് വായിച്ചാൽ, ഇത് മുഴുവൻ വായിച്ചാൽ 8 മാർക്കായി. ഹർക്കത്ത് കൊടുത്തിട്ടാണ് വായിക്കേണ്ടത്. അടുത്തത് അക്ഷരങ്ങളാണ് വായിക്കേണ്ടത്. അപ്പം അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും ഇത് താന്ന് വായിക്കും. താന്ന് വായിച്ചാൽ മാർക്ക് കിട്ടൂല, തെറ്റാണ്. പിന്നെന്താ വായിക്കേണ്ടത്? താ, നൂന്, റാ, വാവ്, കഫ്, ലാമ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ വായിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് വായിക്കേണ്ടത്. അല്ലാതെ ഫതഹ് കൊടുത്തിട്ട് വാ ക ല അങ്ങനെ വായിക്കരുത്, മാർക്ക് പോകും. ഇനി അടുത്തത് എന്താണ്? പദങ്ങൾ വായിക്കാം. അപ്പോൾ ഇത് വായിക്കാനാണ്. ഇത് കുട്ടികൾ പെട്ടെന്ന് വായിക്കും. കബിദുൻ, ചിത്രം കാണുമ്പോൾ തന്നെ വായിക്കും. അടുത്ത ലബിനുൻ. ഇത് പിന്നെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് പാഠത്തിൽ വന്ന ചിത്രമല്ല, ചോദ്യോത്തരങ്ങളിൽ അഥവാ വർക്ക് ചെയ്യാൻ വരുന്നിടത്ത് വന്ന ചിത്രമാണ്. ഇതെന്താണ്? റുക്കുനുൻ. ഇത് സമക്കുൻ. അപ്പോൾ ഇനി ഈ വർഷം ഇത് വരുന്നതിന് പകരം പിന്നെ ഇതിൻ്റെ അടുത്ത് വന്ന വേറെ 2 ചിത്രങ്ങൾ അത് വരാൻ സാധ്യത ഉണ്ട്. കണ്ടില്ലേ ഈ ചിത്രം? ഇതിൻ്റെ പേരാണെന്ത്? റുക്കുനുൻ. ഇത് കാലാണ്. ഇത് തൂണ്. തൂണിന് റുക്കുൻ എന്ന് പറയും. ഇത് കാല്. കാലിന് എന്താ പറയുക? റിജുലുൻ. അടുത്തത് ഇത് റജുലുൻ. ഇതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് വായിക്കാൻ. ഇനി അടുത്തത് നോക്കുക. അടുത്തത് കൂട്ടി വായിക്കാനാണ്. മാ യുൻ മൈത്തുൻ, ബാ യുൻ ബൈത്തുൻ, നാ യുൻ നൈത്തുൻ. അടുത്ത് യുസ്റുൻ, ബസ്റുൻ, നസ്റുൻ. അങ്ങനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെയാണ് ഒരു ചോദ്യപേപ്പർ ഉണ്ടാവുക. കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളാണിത്. ഇനി നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഏതൊക്കെ പാഠങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ അദബും പാഠമൊക്കെ കുട്ടികൾ വെള്ളം പോലെ വായിക്കും, ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ ഇത് വരാൻ സാധ്യത ഉണ്ട്. ആ ദബുൻ, ഇത് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കും. ആ ദബുൻ, ആ ബദുൻ, അബദുൻ, അസദുൻ. ഇതപ്പോൾ ഇത് നന്നായി വായിച്ചു പഠിക്കുക. അതുപോലെ ഇബർ എല്ലാവർക്കും കിട്ടും. പിന്നെ അടുത്തത് കണ്ടോ? ഈ ബുലുൻ, ഈ റമുൻ, ഇറമുൻ, ഈ തുബുൻ, ഇത്തുബുൻ. അത് വായിച്ചു പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് ഇത് അവിടെ ഉമമുൻ, ഉമമുൻ, ഉദുമുൻ, ഉദുമുൻ, ഉമ്മുൻ. അത് നന്നായി വായിച്ചു പഠിക്കുക. പിന്നെ ബൈത്തുംപാട് എല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വരുന്ന എല്ലാ പാഠത്തിലും ഇങ്ങനെ വരുന്നുണ്ട്. ഈ അക്ഷരങ്ങൾ നന്നായി വായിച്ചു പഠിക്കണം. ഒന്നും നിങ്ങൾക്ക് എന്താവരുത്, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതെന്താ വായിക്കുക? ബ. ഇത് ബി. ഇത് ബു. ഇതോ ഉബ്. ഇത് ബാ. പല കുട്ടികളും ഇവിടുന്ന് ഇങ്ങനെ വായിക്കും. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടും വായിപ്പിക്കണം കുട്ടികളെ കൊണ്ട്. കാരണം ഇതിങ്ങനെ കുട്ടികൾ കാണാതെ പഠിച്ചതായിരിക്കും, ബാ ബി ബു എന്നുള്ളത്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇവിടുന്ന് വായിപ്പിക്കുക. ബാ, ഉബ്, ബു, ബി, ബ. ഇങ്ങനെ തിരിച്ചും വായിപ്പിക്കുക. അതേപോലെ ഇതൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് ഇത് മാത്രം വായിക്കാൻ പറയാം. അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കുക. ഉബ്. അപ്പം ഇത് നന്നായി പഠിക്കുക. ഇത് വരാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ വരുന്ന എല്ലാ പാഠത്തിലുള്ള ഓരോന്നും നന്നായി പഠിക്കുക. അതുപോലെ അക്ഷരം ചേർത്ത് വായിക്കാനും വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ അക്ഷരം തരാതെ അത് ഇനി ചേർത്ത് വായിക്കാൻ, അക്ഷരം ഇപ്പുറത്ത് തരും എന്നിട്ട് അത് ചേർത്ത് വായിക്കാൻ. അപ്പം ഇവിടെ എന്താ ഇതുണ്ട്? ബി, ബിന്തുൻ. പിന്നെ അടുത്ത് ഉദിബ, ബുർദുൻ. അങ്ങനെ അക്ഷരം ഇവിടെ തരും എന്നിട്ട് അത് ആ അക്ഷരം അതിലേക്ക് ചേർത്തിട്ട് വായിക്കാൻ. അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്.
പിന്നെ ദർബും പാടൊക്കെ എല്ലാവരും വായിക്കും. ഇനി ഇവിടെ നോക്കുക. അപ്പോൾ ബാ ബ ബി ബു ഉബ് ബുൻ. ദാല് എന്താ വായിക്കണ്ടത്? ദാല് ദ ദി ദു ദുൻ. അപ്പൊ ഇങ്ങനെ കറുപ്പ് അക്ഷരത്തിൽ കറുപ്പ് കളറിൽ വരുന്ന എല്ലാം എന്ത് ചെയ്യണം? വായിക്കണം. അതേപോലെ ഇങ്ങനെ, അതായത് അക്ഷരത്തിന്റെ മുകളിൽ ഹർക്കത്തൊന്നും ഇല്ലാതെ വരിക. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് പരീക്ഷയ്ക്ക് വായിക്കാൻ വരിക. അലിഫ് ബാ ദാല്. ഇനി ആ അതിലേക്ക് ഹർക്കത്ത് കൊടുത്താൽ എങ്ങനെ വായിക്കും? അതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ ചോദ്യത്തിൽ കണ്ടത്. ഇനി ഇവിടെ കണ്ടില്ലേ? ദ ദി ദു ഉബ് ഉദ് ബത്ത് ബുൻ തുൻ ദുൻ. ഇത് നന്നായി വായിച്ചു പഠിക്കുക. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബത്ത് ശരിക്കും ശ്രദ്ധിക്കുക. ബത്ത് ബുൻ തുൻ ദുൻ. പരീക്ഷ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല ഭാഗങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് എന്തിനു വരിക. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്തത് നബത്തുൻ. ഇതെല്ലാവർക്കും ഒക്കെ അറിയാം. ഇതൊന്നും ഈ പാഠത്തിന്റെ പേരൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ പ്രയാസമുള്ള വല്ല കുട്ടികളുണ്ടെങ്കിൽ അത് നന്നായി പഠിപ്പിക്കുക. ആദ്യത്തെ ഒരു 5 പാഠമൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കുട്ടികൾക്കും കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ പാഠത്തിന്റെ ഹെഡിങ് വായിക്കാൻ കിട്ടാത്തവരുണ്ടാവും. അതുകൊണ്ടൊക്കെ പഠിക്കുക. അടുത്ത് ന നി നു. ഇതെന്താ വായിക്കുക? അൻ അൻ നുൻ നൂന്. തിരിച്ചും വായിച്ചു നോക്കുക. നൂന് നുൻ അൻ നു നി ന. ഇനി ഇതെന്താ വായിക്കുക? ലബിനുൻ അല്ലേ? ലബിനും പാഠത്തിൽ പഠിക്കുന്ന അക്ഷരം ല. അപ്പോൾ ല ലി ലു ലുൻ അൽ ലാമ്. ഇനി ഇത് വായിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. ലിബദുൻ. എന്താ വായിക്കുക? ലിബദുൻ ലദുൻ ബദലുൻ നുബുലുൻ. അടുത്ത റജുലും പാഠം. ഇത് റജുലും പാഠം പഠിപ്പിക്കുന്ന അക്ഷരം റ. റ റി റു. ഇതേത് അക്ഷരം? ദുർ ദുർ റുൻ റാ. റ റി റു ദുർ റുൻ റാ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ. കെബിതും പാഠത്തിൽ ശ്രദ്ധിക്കുക. ഇതേത് അക്ഷരം ചില കുട്ടികൾക്ക് കിട്ടൂല. ഈ അക്ഷരം തന്നെയാണ് ഇത്. ഇതെന്താ വായിക്കുക? അതന്നെ ഇതും വായിക്കുക. ഇതെന്താ വായിക്കുക? ക. അപ്പൊ ഇതന്നെ ഇത് ക. കെബിതുൻ. ഇനി പരീക്ഷ വല്ല ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണെങ്കിൽ, ബുദ്ധിമുട്ടാക്കിയിട്ടാണ് ചോദ്യമെങ്കിൽ ഇങ്ങനത്തെ വരും കേട്ടോ. ഇത് വായിക്കാൻ വരും. ക കീ കു. പരീക്ഷ സിമ്പിൾ ആവാനാണ് സാധ്യത. ക കീ കു. ലുക്ക് കുൻ കുൻ. ഏതാ? ക കീ കു ലുക്ക് കുൻ കുൻ. ഇത് വായിച്ചു പഠിക്കുക. കതബ ക. കിബറുൻ കി. യക്തുബു അക്. ഇത് കാ കാ കാ. ഇനി ഇത് പഠിക്കട്ടോ. ലക ലക ക. അടുത്ത വർദ്ദും പാഠം. വർദ്ദും പാഠത്തിൽ പിന്നെ പഠിക്കുന്ന അക്ഷരം വാവാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? ഇപ്പൊ ഇതെന്താ വായിക്കുക? വ വി വു. ഇവിടെ ശ്രദ്ധിക്കുക. ഇത് പരീക്ഷയ്ക്ക് വന്നാൽ ശ്രദ്ധിക്കണം. അവ് എന്ന് വായിക്കരുത്. പല കുട്ടികളും ഇത് അവ് എന്ന് വായിക്കും. അവ് നല്ലത് വായിക്കണ്ട്. ഔ എന്നാ വായിക്കണ്ട. എന്താ വായിക്കണ്ട്? ഔ ഔ ഔ ഔ ഔ ഔ. ഇതെന്താ വായിക്കുക? വുൻ വുൻ. ഇതെന്താ വായിക്കുക? വാണോ? അല്ല, വാവ്. ഓക്കെ. ചിത്രങ്ങളെ പേരുകൾ കണ്ടാൽ നിങ്ങൾക്ക് പേര് പറയാൻ കിട്ടണം. അത് നിർബന്ധമായി അറിയണേ. ഓരോ പാഠത്തിലെയും ചിത്രത്തിന്റെ പേര് കണ്ടാൽ പേര് നിർബന്ധമായി കിട്ടണം. അപ്പോൾ ഇതെന്താണ്? റിജുലുൻ. ഇത് വർദ്ദുൻ. ഇത് ലബിനുൻ. ഇത് വർദ്ദുൻ. തംറുൻ കബിദുൻ ബൈത്തുൻ റജുലുൻ റിജുലുൻ. ഓക്കെ, അത് നിർബന്ധമായി കിട്ടണം. അതേപോലെ ഒന്നുമില്ലാത്ത ഹർക്കത്തൊന്നുമില്ലാത്ത വായിക്കാൻ കിട്ടണം. അലിഫ് ബാ താ ദാല് നൂന് ലാമ് റാ കാഫ് വാവ്. ഓരോ പാഠത്തിൽ ഇതുപോലെ ഉണ്ട് ലാസ്റ്റ്. അത് നിങ്ങൾ വായിക്കണം. ഇനി മർമറും പാഠം. മർമറും പാഠത്തിൽ ഇത് വായിക്കാൻ പഠിക്കുക. അം. മർമറും പാഠത്തിൽ മീമ് 2 രൂപത്തിലുണ്ട് അല്ലേ? ഇപ്പൊ ഇത് പഠിക്കണം. മാ മീ മു മുൻ അം. മാ മീ മു മുൻ അം. അടുത്ത് സമക്കും പാഠം. ഇനി പരീക്ഷയ്ക്ക് വേറെ രൂപത്തിൽ ചോദ്യം വരും. കഴിഞ്ഞ കരക്കൊല്ല പരീക്ഷക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അതായത് പിന്നെ അവസാനത്തെ അക്ഷരം തരാതെ ഇത് മാത്രം തന്നു, സമ തന്നു, എന്നിട്ട് അതിലേക്ക് എന്ത് അക്ഷരം ചേർത്തിട്ട് വായിക്കാൻ, അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിലെ അക്ഷരം മാത്രമല്ല തരാതിരിക്കുക, അവസാനത്തെ അക്ഷരം തരാതിരിക്കുക. അപ്പോൾ സമക്കുൻ സ, സമക്കുൻ.
വായിക്കാൻ കിട്ടണം സമക്കുൻ. ഇനി ഇവിടെ അക്ഷരങ്ങളുണ്ട്. സ, സി, സു, സുൻ, ബസ്. ശ്രദ്ധിക്കുക, ബസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ കുറേ വായിക്കാതെ പോയ ഭാഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും വായിക്കാൻ കിട്ടണം. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് മുഴുവൻ പ്രധാനപ്പെട്ടത് മാത്രമാണ്. പക്ഷേ കുട്ടികൾക്ക് ഓരോ പാഠത്തിലെയും പാഠം കഴിഞ്ഞിട്ട് കുറേ വർക്കുകളുണ്ടല്ലോ, ആ വർക്കുകളുടെ അവിടെ കുറേ വാക്കുകളുണ്ട് വായിക്കാൻ. അത് നിർബന്ധമായും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടണം. അത് പഠിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് വായിക്കാൻ കിട്ടൂല. പിന്നെ അടുത്ത എന്താണ്? യദുൻ. യദുൻ, യ. പിന്നെ ഇവിടെ കണ്ടില്ലേ, യ, ഈ, യു, യുൻ, കൈ. ഇത് നന്നായി പഠിക്കുക. ഒരു 5 or 6 വട്ടം വായിച്ചു പഠിക്കുക. യ, ഈ, യു, യുൻ, കൈ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്, ചേർത്തി വായിക്കാൻ. അതേപോലെ ഇങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അത് എഴുത്ത് പരീക്ഷയ്ക്ക് വരുള്ളൂ, അതിപ്പോൾ നമ്മൾ നോക്കണ്ട. പക്ഷേ നമ്മൾ വായിക്കാൻ നന്നായി പഠിക്കുക. ഇതുവരെ പഠിച്ച ഇത്രയും പാഠങ്ങളേ ഉള്ളൂ. ഇതുവരെ പഠിച്ച മുഴുവൻ അക്ഷരങ്ങളും ഇവിടെ പറയുന്നുണ്ട്. എവിടെ? ഇവിടെ. ഇത് ഫുള്ള് കുട്ടികൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. നോക്കാം. അലിഫ്, ബാ, താ, ദാല്, നൂന്, ലാമ്, റാ, കാഫ്, വാവ്, മീമ്, സീന്, യാ. ഇത് സീനാണ് വായിക്കുക. സാന്ന് വായിക്കരുത്, സീന്. ഇത് യാ. ഓക്കെ. ചില അക്ഷരങ്ങൾ മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ മീമ് എന്നാ വായിക്കുക. എന്താ വായിക്കുക? മീമ്. മാമ് എന്ന് വായിക്കരുത്. മാമല്ല, മീമാണ്. ഇവിടൊക്കെ നമ്മൾ ബാ, താ, ദാല്. ഇവിടെ എത്തിയാൽ നാനെന്ന് പറയിക്കൂല, നൂന് എന്ന് വായിക്കാം. നൂന്, ലാമ്, റാ, കാഫ്. ഇതൊക്കെ ആ എന്നുള്ള വെച്ചാൽ. ഇവിടെ എത്തുമ്പോൾ വാവ്. ഇവിടെ എത്തിയാൽ മീമാണ്, സീനാണ്, യാ. ഓക്കെ. അപ്പോൾ ഇതിന് എല്ലാ ഹർക്കത്തും കൊടുത്തിട്ടും പിന്നെ ഹർക്കത്തില്ലാതെയും വായിക്കാൻ പഠിക്കുക. പിന്നെ സുക്കൂന് വരുമ്പോൾ, അഥവാ നമ്മളെ അക്ഷരത്തിൻ്റെ മുകളിൽ 0 വരുന്ന സമയത്ത് എങ്ങനെ വായിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇവിടെ നോക്കുക. ഇപ്പം ഈ ബായിൻ്റെ മുകളിൽ 0 വന്നാൽ ഇതെന്താ വായിക്കുക? ബ്, ദ, ത്, ദ്. ഇതോ ല്, റ്, ക്, വ്. ഇതേതാ വായിക്കാം? ഇത് രണ്ടും ശ്രദ്ധിക്കണ്ടോ? സ്, ഇ. മനസ്സിലായില്ലേ? ഇനി ആ കൂട്ടിയിട്ട് ഇത് വന്നാൽ ഔ എന്നാ വായിക്കുക. ഔ. അതേപോലെ ഇതെന്താ വായിക്കുക? ഐ എന്നാ വായിക്കുക. ഐ. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ ആ വന്നാൽ ഇവിടെ എന്താ വായിക്കുക? അബ് എന്നാ വായിക്കുക. അബ്. പക്ഷെ അതേപോലെ അല്ല ഇവിടെ ഐന്ന്, ഐ, അവ്, ഇതൊന്നും വായിക്കാൻ പറ്റൂല. പിന്നെന്താ വായിക്കേണ്ടത്? ഐ, ഔ. ഐ, ഔ. ഓക്കെ. എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.